സിനിമയുടെ വാണിജ്യ താൽപ്പര്യങ്ങൾ ഉൾക്കൊണ്ട് തന്നെ മലയാളികൾക്ക് എന്നെന്നും ഓർമ്മയിൽ സൂക്ഷിക്കാൻ അപൂർവമായ ചലച്ചിത്ര ശില്പങ്ങൾ സൃഷ്ടിച്ചു നൽകിയ സംവിധായകനാണ് ഹരിഹരൻ. ഹാസ്യപ്രധാനമായ ചിത്രങ്ങളിലൂടെയായിരുന്നു തുടക്കമെങ്കിലും കുടുംബ ചിത്രങ്ങളും ചരിത്ര കഥകളും ഇതിഹാസങ്ങളുമെല്ലാം ഈ പരിചയസമ്പന്നനായ ചലച്ചിത്രകാരന് അനായാസം വഴങ്ങി. അതീവ ഹൃദ്യമായ ഗാനങ്ങൾ കൊണ്ടും സമൃദ്ധമായിരുന്നു ഹരിഹരന്റെ ചിത്രങ്ങൾ. സിനിമയിൽ ഒരു ഗാനം പിറക്കുന്നത് ഒരു സന്ദർഭവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ശരിക്കും സിറ്റുവേഷൻ സോങ്, സന്ദർഭഗീതം എന്ന് തന്നെയാണ് ചലച്ചിത്ര ഗാനങ്ങളെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ആ സന്ദർഭത്തിനനുസരിച്ചൊരു പാട്ട് എങ്ങനെ വേണം എന്ന് തീരുമാനിക്കുന്നത് സംവിധായകനാണ്. ഗാനരചയിതാവോ സംഗീത സംവിധായകനോ അല്ല. അപ്പോൾ അദ്ദേഹം നിർദ്ദേശം കൊടുക്കുകയാണ്, ഒരു പാട്ട് ഈ സിറ്റുവേഷനിൽ എങ്ങനെയായിരിക്കും. അതിൻ്റെ കഥാപാത്രങ്ങളും കഥാസന്ദർഭവും ഒക്കെ അനുസരിച്ചുള്ള കാര്യങ്ങൾ വിവരിക്കുന്നു. അതനുസരിച്ച് ഗാനരചയിതാവ് പാട്ട് എഴുതുന്നു. അതിനുശേഷമാണ് സംഗീതം വരുന്നത്. അത് ഇരുവരുടെയും പ്രതിഭാവിലാസം അനുസരിച്ചുള്ള സ്വാതന്ത്ര്യം നല്ല സംവിധായകൻ കൊടുക്കും. പിന്നീടാണ് വിഷ്വൽ വരുന്നത്. വിഷ്വലും തീർച്ചയായിട്ടും ഒരു സംവിധായകൻ്റെ കഴിവനുസരിച്ച് ആ പാട്ടിനോട് എത്രമാത്രം യോജിച്ച് നിൽക്കുമോ അതനുസരിച്ച് ആ ഗാനരംഗം നന്നാകും. അപ്പോൾ കേൾവിയുടെ സുഖവും കാഴ്ചയുടെ സുഖവും മാത്രം പോരാ നല്ല ഒരു ചലച്ചിത്രഗാനം ഉണ്ടാകാൻ, സാങ്കേതികമായിട്ടുള്ള തികവ് കൂടി വേണം. ഇതെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ട് നല്ല നല്ല പാട്ടുകൾ മലയാള സിനിമയിൽ സൃഷ്ടിച്ച സംവിധായകനാണ് ഹരിഹരൻ. ഹരിഹരൻ എന്ന സംവിധായകൻ്റെ ആദ്യ ചിത്രമാണ്, സ്വതന്ത്ര സംവിധായകനായിട്ട് രംഗത്ത് വരുന്ന ആദ്യ ചിത്രമാണ് ലേഡീസ് ഹോസ്റ്റൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഡോക്ടർ ബാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ഒരു ഗുരുനാഥനാണ്. അദ്ദേഹമാണ് ഈ സിനിമയ്ക്ക് വേണ്ടി കഥയും തിരക്കഥയൊക്കെ എഴുതിയിരിക്കുന്നത്. അപ്പം ഡോക്ടർ ബാലകൃഷ്ണൻ വിനോദ ചിത്രങ്ങൾക്ക് മുൻതൂക്കം നൽകുന്ന ഒരു സംവിധായകനാണ്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഹരിഹരൻ സംവിധായകനായപ്പോൾ വിനോദ ചിത്രങ്ങൾക്ക് മുൻതൂക്കം നൽകുക. അന്ന് തീർച്ചയായും പ്രേം നസീർ വളരെ ഡിമാൻഡുള്ള താരമാണ്. അദ്ദേഹം ഹരിഹരൻ്റെ ആദ്യ ചിത്രത്തിൽ അഭിനയിച്ചു എന്നുള്ളതാണ് പ്രത്യേകത. പ്രേം നസീർ പാടി അഭിനയിക്കുന്ന ഒരു രംഗമാണ് ജീവിതേശ്വരി കേകുവാനൊരു പ്രേമലേഖനം എഴുതി എന്ന പാട്ട്, ശ്രീകുമാരൻ തമ്പിയുടെ പാട്ട്. അപ്പോൾ പ്രേം നസീറിനെ സംബന്ധിച്ചെന്ന് വെച്ചാൽ ഒരു ഗാനരംഗം അഭിനയിക്കുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് ചില മാനറിസംസ് ഒക്കെ ഉണ്ട്. അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം കൊടുക്കുമ്പോഴാണ് ആ മാനറിസം എല്ലാം മലയാളികൾക്ക് ഇഷ്ടവുമാണ്. പക്ഷേ സംവിധായകൻ ഹരിഹരൻ ചെയ്തത് എന്തെന്നാൽ ഇതൊരു ഗൗരവമായിട്ടുള്ളൊരു വിഷയമാണ്. അദ്ദേഹം ഒരു ഗൗരവമുള്ളൊരു കഥാപാത്രമായിട്ടാണ് വരുന്നത്, പ്രണയനായകനൊക്കെ തന്നെ. എങ്കിലും ചില അച്ചടക്കങ്ങൾ അദ്ദേഹത്തിൻ്റെ മൂവ്മെൻറ്റ്സിൽ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ പ്രണയം അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പാട്ടിൽ കൂടെ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ചില സൂക്ഷ്മമായിട്ടുള്ള നോട്ടങ്ങളിലൂടെയൊക്കെയാണ് അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സാങ്കേതികമായിട്ടുള്ളൊരു കയ്യടക്കം കൂടി ഈ പ്രേമഗാനം അദ്ദേഹം ആലേഖനം ചെയ്യുമ്പോൾ, ചിത്രീകരിക്കുമ്പോൾ തുടക്കം മുതലേ ശ്രദ്ധിച്ച സംവിധായകനാണ് ഹരിഹരൻ. ജീവിതേശ്വരിക്കേകുവാനൊരു പ്രേമലേഖനമെഴുതി രാഗപൗർണമി മേഘപാളിയിൽ ഗാനമെഴുതും രാവിൽ, ഗാനമെഴുതും രാവിൽ. ജീവിതേശ്വരിക്കേ അരുൺ സാർ ഒരിക്കൽ പറയുണ്ടായി, അദ്ദേഹം എം കൃഷ്ണൻ നായർ എന്നുള്ള മഹാനായ സംവിധായകനെ അസിസ്റ്റ് ചെയ്യുന്ന സമയത്ത് വിവാഹിത എന്ന ചിത്രത്തിൽ മായാജാലകവാതിൽ തുറക്കുന്നുള്ള ഗാനം പിക്ചറൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് MGRൻ്റെ ഒരു ഫോൺ കോൾ വന്നിട്ട് കൃഷ്ണൻ നായർ സാറിന് പെട്ടെന്ന് പോണ്ടി വന്നു MGRനെ കാണാനായിട്ട്. അപ്പോൾ ആ പാട്ട് പകുതിയായിട്ടേ ഉള്ളൂ പിക്ചറൈസിങ്.
അപ്പോൾ ബാക്കിയുള്ള ഭാഗം ഷൂട്ട് ചെയ്തേക്കൂ എന്ന് പറഞ്ഞിട്ട് ഹരൻ സാറിനെ ഏൽപ്പിച്ചു പോയി. അപ്പോൾ അദ്ദേഹമാണ് മായാജാലകവാതിൽ തുറക്കുന്നുള്ളതിൻ്റെ അവസാനത്തെ കുറച്ച് ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത്, ആ ഗാനം ചിത്രീകരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അതും പിയാനോ വായിച്ചിട്ടുള്ളൊരു ഗാനമാണ്. ഈ ജീവിതേശ്വരി കേകുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രത്തിലെ ഗാനവും പിയാനോ വായിച്ചിട്ടുള്ളൊരു ഗാനമാണ്. എനിക്ക് തോന്നുന്നു ആ ഒരു പിക്ചറൈസ് ചെയ്ത് കിട്ടിയ ആ ഒരു ശീലമൊക്കെ ആയിരിക്കണം ഹരൻ സാറിന് വളരെ നന്നായിട്ട് പിക്ചറൈസ് ചെയ്യാൻ, ഈ ഗാനം വളരെ നന്നായിട്ട് പിക്ചറൈസ് ചെയ്യാൻ പറ്റി. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അത്രേ ഹരിഹരൻ സാറിൻ്റെ ബാബുരാജിനെ കൊണ്ട് തൻ്റെ ആദ്യത്തെ സിനിമ ബാബുരാജിനെ കൊണ്ട് സംഗീതം ചെയ്യിപ്പിക്കണം എന്നുള്ളത്. അതും ആ ആഗ്രഹം അദ്ദേഹത്തിന് സാധിക്കുകയാണ് ഉണ്ടായത്. കണ്ണിനു കാണാൻ കഴിയാതുള്ളൊരു കരളിലെ വർണ്ണത്താളുകളിൽ, കണ്ണിനു കാണാൻ കഴിയാതുള്ളൊരു കരളിലെ വർണ്ണത്താളുകളിൽ സങ്കൽപ്പത്തിൻ തൂലികയാലെ സ്വർഗീയ സ്മൃതിയാലേ എഴുതി ഞാനൊരു സ്വരമഞ്ജരി പോലെന്നഭിലാഷതങ്ങൾ.